ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നല്ലവനായി നമ്മോട് കൂടെ ഇരുന്ന് ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന വിശ്വസ്തയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നന്നായി കർത്താവ് വീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിവുണ്ടല്ലോ. നമ്മുടെ ജീവിതം കർത്താവിനാൽ ധന്യമായി തീരണം, കർത്താവിനാൽ അനുഗ്രഹമായി തീരണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. ഒരു വാഹനമായാൽ അതിനൊരു ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോഴേ അത് കറക്റ്റ് ചെയ്താൽ ആ വാഹനം സ്മൂത്തായി മുമ്പോട്ട് ഓടുവാനിടയിത്തീരും. തക്ക സമയത്ത് വർക്ക്ഷോപ്പിൽ കയറ്റാത്ത ഒരു വാഹനം യാത്ര ചെയ്യുമ്പോൾ പണിമുടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെയും പലപ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് പറയുന്നു, ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി തീർന്നു. കാരണം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം അത് തനിക്ക് സഹായകരമായി തീർന്നുവെന്നാണ് ദാവീദ് പറയുന്നത്. സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ജീവിതത്തിൽ വേദനകളും കഷ്ടങ്ങളും വരുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പരിഭവിക്കുന്ന അനുഭവമാണ് മിക്കവാറും മനുഷ്യരുടെ ജീവിതത്തിൽ നാം കാണാറുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തനായ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ദാവീദ് പറയുന്നു, ജീവിതത്തിൽ തനിക്ക് ചില തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് കാരണമാണ് തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുവാനിടയായി തീർന്നത്. ആ തെറ്റുകുറ്റങ്ങൾ ആമേൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ ആമേൻ അത് മുഖാന്തരം ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് കൂടുതൽ കരയുവാനും നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായ നിമിത്തം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആമേൻ ആ ഹല്ലേലൂയ സാഹചര്യങ്ങൾ തന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് ദാവീദ് ഹല്ലേലൂയ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യരല്ലേ. നിത്യമായ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും, പോരായ്മകൾ സംഭവിക്കും. അതപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് ആമേൻ അത്യാവശ്യമാണ്. ആമേൻ. നമ്മുടെ തെറ്റുകൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ആമേൻ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഒരു ദിവസം നമ്മുടെ വണ്ടി കേടായി വഴിയിൽ കിടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കൂടുതൽ ആമേൻ നാം ദൈവത്തോട് നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരും. അതിന് ഇടയാക്കാതെ ആമേൻ ഹല്ലേലൂയ ചെറിയ ഒരു പോരായ്മ സംഭവിച്ചപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോയാൽ വലിയ ഹല്ലേലൂയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. ഭക്തന്മാരെയും ദൈവമക്കളെയും ആമേൻ കാത്തുപരിപാലിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ആമേൻ നാം എല്ലാവരും ദൈവരാജ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻ പലപ്പോഴും ചെയ്യുന്നത്. ആ കറക്ഷനുകൾ പലപ്പോഴും ആമേൻ നമുക്ക് വേദന ഉളവാക്കാം. ചിലപ്പോൾ നമുക്കത് അല്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നാൽ ആമേൻ ആ കറക്ഷനുകൾ അപ്പോൾ തന്നെ ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് നമുക്ക് ദോഷമായി ഭവിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവം നമ്മളെ ചെറിയ രീതിയിൽ ആമേൻ ഹല്ലേലൂയ ഒന്ന് ശിക്ഷിക്കുന്നുവെങ്കിൽ, നമുക്ക് ചെറിയ കൊട്ടുകൾ തരുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ആമേൻ ദൈവം തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആമേൻ നാം നിശ്ചയമായും ആമേൻ ഹല്ലേലൂയ അറിഞ്ഞിരിക്കണം. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരുള്ളൂ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിക്കാത്ത ഏതെങ്കിലും അപ്പന്മാരെ ലോകത്തിലുണ്ടോ? അവരെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആമേൻ ഹല്ലേലൂയ ക്രൂരതയാണെന്നാണ് ആമേൻ സ്തോത്രം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ നിശ്ചയമായും മക്കളെ ശിക്ഷിക്കുവാൻ അപ്പൻ അധികാരമുണ്ട്. അപ്പൻ ഹല്ലേലൂയ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം ആമേൻ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമ്മെ ഏറ്റവും നല്ല രീതിയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നല്ല നിലയിൽ ഹല്ലേലൂയ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവരാജ്യം പ്രാപിക്കുന്ന തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നും വന്ന് ഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ചെറിയ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവേ
എൻ്റെ ജീവിതത്തെയും ഒന്ന് ശുദ്ധീകരിക്കണമേ. എനിക്കും ചില കറക്ഷൻസ് വരുത്തണമേ. എന്നെയും അങ്ങയുടെ ഹല്ലേലൂയ രാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ഒരുക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാനിടയാകരുത്. ആമേൻ. നമുക്ക് ദൈവരാജ്യത്തിലെത്തി നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ മുഖാമുഖം കണ്ട് സന്തോഷിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അവസരം ഹല്ലേലൂയ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വേണ്ടതുപോലെ കറക്റ്റ് ചെയ്യാം. ആമേൻ. തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാം. ദൈവത്തോട് അടുത്ത് ചെല്ലാം. നിരപ്പ് പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിശ്ചയമായും വിടുതൽ നൽകും. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഓൾ.